ഹായ്, ഇന്ന് ഒരു ചിക്കൻ ചുക്ക ഉണ്ടാക്കാം. അതിനായി 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം നല്ലപോലെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനിഗർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കണേ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും പിച്ചിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കണേ കേട്ടോ. അതിലേക്ക് നല്ല പോലെ തിന്നായിട്ട് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ ബ്രൗൺ കളറായി വറുത്ത് വരുമ്പോൾ നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ സെയിം ഓയിലിൽ തന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു മാറ്റി വെച്ച തക്കാളിയും ഇട്ട് നല്ലപോലെ യോജിപ്പിക്കുന്നുണ്ട്. തക്കാളി നല്ല വേവാവുമ്പോൾ ചിക്കൻ നമ്മൾ അതിലിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അത് 12 മിനിറ്റ് വേവാൻ വേണ്ടി വെക്കണം. അത് അടച്ച് തന്നെ വേവിക്കണം. കുറച്ച് നേരം അടച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും മറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള ഒനിയനും കൂടി ചേർത്ത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കുക. അത് വേവായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടിയും ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി പിച്ചിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും അത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.